പ്രിയങ്കരനായ ഷഫീഖ് മാഷ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ മുമ്പ് ജോലി ചെയ്ത എന്റെ കൂടെ ജോലി ചെയ്ത മേരി ടീച്ചർ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിന്റെ സമയമല്ല എന്ന് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. എന്റെ സമയം എനിക്കൊരു 5 മിനിറ്റ് തന്നതായിരുന്നു. അത്ര ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്നത് ധാരാളം ആളുകൾ ഞാൻ പഠിപ്പിച്ചവരുണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. 42 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആളുകൾ ഞാൻ പഠിപ്പിച്ച പ്രായത്തിലെത്തിച്ച്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് ഇന്നെയും ചിലപ്പോൾ അവരെ അറിയില്ല, ഞാന് അവരെയും അറിയില്ല. ശബ്ദം കേൾക്കുമ്പോൾ അത് മജീദ് മാഷല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. ഇങ്ങനെ പല അനുഭവങ്ങളും ധാരാളം സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായ ഒരാളാണ്. ഏതായാലും ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ ഗംഭീരമായ പരിപാടി, തികച്ചും വേറിട്ടൊരു പരിപാടിയുമാണ് എത്തിങ്ങാന LP സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റും ഇവിടെ ഇന്ന് നടത്തിയത്. ധാരാളം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒന്നും ഇത്തരത്തിലുള്ള വിവിധ ആളുകളെ അനുമോദിക്കുന്ന ആകർഷണീയമായ പരിപാടികൾ നടക്കാറില്ല. തികച്ചും അത് വേറിട്ട ഒന്ന് തന്നെയാണ്. എന്നെയും എന്റെ കുട്ടികളെയും ഇവിടെ ജോലി ചെയ്ത അധ്യാപകർക്ക് അനുമോദിക്കുകയുണ്ടായി. വളരെയധികം മനസ്സ് തുറഞ്ഞ് എന്റെ കൃതജ്ഞത ഞാൻ അവർക്ക് രേഖപ്പെടുത്തുകയാണ്, ഈ നാട്ടുകാർക്ക് രേഖപ്പെടുത്തുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ഞാൻ 1985-ലാണ് ഈ വിദ്യാലയത്തിൽ വന്നത്. അന്ന് നല്ല കളികളും ഒക്കെ കളിച്ച ആൾ തന്നെയാണ് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞിട്ട് നായ ഓടിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞ തേനീച്ച എന്നെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും നടന്ന, ഒരേ ഇഫക്റ്റ് നടന്ന ഒരു പ്രദേശമാണ് ഇത് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കല്ലെറിയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കല്ല് പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ ഞാൻ ഓടേണ്ട അവസ്ഥ വന്നേക്കാം. ഇത്തരത്തിലുള്ള ഊർജം കിട്ടിയ ഒരു സ്ഥാപനമാണ് ഈ OLPS വണ്ടൂർ എന്നുള്ളത്. ഇന്നിവിടെ നടക്കുന്ന പരിപാടികളിൽ അധ്യാപകരുടെ ഡ്രസ്സിന്റെ കളർ കോഡ്, അധ്യാപികമാരുടെ ഡ്രസ്സിന്റെ കളർ കോഡ്, ഇതൊക്കെ കണ്ടപ്പോൾ നാടിനുണ്ടായ മാറ്റം എത്ര വലുതാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാനിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കളർ കോഡ് പോയിട്ട് കീറാത്ത ഷർട്ട് ഇടണമെങ്കിൽ വലിയ പ്രയാസം തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ കുട്ടിയോട് പറഞ്ഞാൽ അത് ബോധ്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ഫ്ലാഷ് ബാക്കിന് തയ്യാറുമല്ല. ഏതായാലും വളരെ ഗംഭീരമായി ഒരു പൊതു ഇടം നമുക്ക് സജ്ജമാക്കാം. ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മ സഹായിക്കുമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യം മതേതരത്വ രാജ്യമാണ്. ആ മതേതരത്വ രാജ്യത്തിൽ നമ്മുടെ മുറ്റം മതേതരത്വ മുറ്റമാകേണ്ടതുണ്ട്. ഈ മതേതരത്വ മുറ്റം ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ സഹായിക്കും എന്ന് നിസ്സംശയം പറയാം. ഇന്ന് കേരളത്തിൽ പൊതുവിദ്യാലയം സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ ഗുണമുണ്ടാകും എന്നതിന്റെ ഒരു ജീവിക്കുന്ന തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ 5 പെൺമക്കളെയും ഞാൻ പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ച അവർ PSC എഴുതുകയും അത് PSC വഴി തന്നെ ഒരു നയാ പൈസ പോലും ചെലവാക്കാതെ പോക്കറ്റിന് പരുക്കില്ലാതെ ജോലി വാങ്ങിയ കുട്ടികളാണ് എന്റെ കുട്ടികൾ. ആ ഊർജം കിട്ടിയത് ഇവിടെ ഞാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരു ഉഴപ്പുമില്ലാതെ നന്നായി പഠിപ്പിച്ച അധ്യാപകനുമാണ്. ഒരുപക്ഷെ സർവീസിന് അതിന് നിന്ന പ്രതിഫലമാകാം ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ എല്ലാ സംരംഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ മതേതരത്വ കൂട്ടായ്മ പൊതുവിദ്യാലയത്തിന്റെ സത്താണ്. ആ സത്ത് സ്വീകരിക്കാൻ നിങ്ങൾ എന്ന് മാത്രമല്ല, നിങ്ങളുടെ നാവ് ഉപയോഗിച്ച് മറ്റുള്ളവർക്കും അതിനുള്ള പ്രോത്സാഹനം നൽകി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ലക്ഷ്യം കരസ്ഥമാക്കാം. നോ ഡൗട്ട്. അതുകൊണ്ട് കുട്ടികളെ നന്നായി പഠിപ്പിക്കുക. അതിൽ മാർജിനലൈസേഷൻ വേണ്ട. ആണ് എന്നോ പെണ്ണ് എന്നോ തരംതിരിക്കേണ്ടതില്ല. ഏതാണെങ്കിലും അവരെ നന്നായി പഠിപ്പിക്കുക. അതിനുള്ള ഊർജമാകട്ടെ ഇന്നത്തെ നമ്മളെ കൂടിച്ചേരൽ എന്ന് മാത്രം പറഞ്ഞു